നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശദമായ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണോ? ചിലപ്പോ ബിസിനസ്സിനാവാം, അല്ലെങ്കിൽ വെക്കേഷനു വേണ്ടിയാവാം. യാത്രകളൊക്കെ നല്ല രസമാണ്, ഓർമ്മകളൊക്കെ കിട്ടും. പക്ഷേ ഈ യാത്രക്കിടയിൽ നമ്മൾ തീരെ വിചാരിക്കാത്ത എന്തെങ്കിലും സംഭവിച്ചാലോ? ഒരസുഖം, അല്ലെങ്കിൽ ഒരു അപകടം, ചിലപ്പോ ബാഗേജ് കാണാതെ പോകും. അവിടെയാണ് ഒരു നല്ല ട്രാവൽ ഇൻഷുറൻസ് പോളിസിയുടെ ഒരു ആവശ്യം വരുന്നത്. ഇന്ന് നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത് ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഓവർസീസ് ട്രാവൽ ഈസ് പോളിസിയെക്കുറിച്ചാണ്. ബിസിനസ്സിനും ഹോളിലേക്കുമുള്ളത്. ഇതിന്റെ ബ്രോഷറും പോളിസി ഡോക്യുമെന്റും ഒക്കെ നോക്കിയിട്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോ നിങ്ങൾക്കായി ഈ വിവരങ്ങളൊക്കെ പങ്കുവെക്കാൻ ഞാനും നമ്മുടെ വിദഗ്ധനും തയ്യാറാണ്. അപ്പോ എന്താണ് ഈ ഓവർസീസ് ട്രാവൽ ഈസ് പോളിസി? ഒറ്റനോട്ടത്തിൽ ഇത് നമ്മുടെ സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പോലെയല്ല, അല്ലേ? അല്ലല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇത് നമ്മൾ നാട്ടിലെ ചികിത്സയ്ക്ക് എടുക്കുന്ന ഒരു ജനറൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ അല്ല. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ വിദേശത്തായിരിക്കുമ്പോൾ പെട്ടെന്ന്, അതായത് തീരെ പ്രതീക്ഷിക്കാതെ വരുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ വല്ല അപകടം പറ്റിയാലേ അതിന് വരുന്ന ചികിത്സാ ചിലവുകൾക്ക് ഒരു സാമ്പത്തിക സഹായം നൽകുക എന്നതാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് എടുക്കാം, പിന്നെ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്കും ഇത് പരിഗണിക്കാം. അവർക്കും പറ്റുമോ? പക്ഷെ അവര് ഇന്ത്യൻ രൂപയിൽ ശമ്പളം വാങ്ങുന്നവരായിരിക്കണം. പിന്നെ അവരുടെ സ്വന്തം രാജ്യത്തേക്കല്ലാത്ത യാത്രകൾക്കായിരിക്കണം. അതുപോലെ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ വിദേശികൾക്കും ചില കണ്ടീഷൻസ് ഉണ്ട്. അവർക്കും സ്വന്തം രാജ്യം ഒഴികെയുള്ള യാത്രകൾക്ക് ഇത് എടുക്കാം. ഓക്കെ, അപ്പോ ഇതില് ആർക്കൊക്കെ മെമ്പർ ആവാം? ഒരു പ്രായപരിധിയൊക്കെ ഉണ്ടാവുമല്ലോ? ഉണ്ട്. 6 മാസം പ്രായമുള്ള കുട്ടി മുതൽ 90 വയസ്സുള്ള ആൾക്ക് വരെ ഇതിന്റെ കവറേജ് കിട്ടും. പക്ഷേ പോളിസി എടുക്കുന്ന ആൾ, അതായത് പ്രപ്പോസർ, അയാൾക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ശരി. അപ്പോ നമുക്കിതിലെ പ്രധാന കവറേജുകളിലേക്ക് കടക്കാം. ഏറ്റവും പ്രധാനം മെഡിക്കൽ കവറേജ് തന്നെയാണല്ലോ. എന്തൊക്കെയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ? തീർച്ചയായും, അതാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ്. വിദേശത്ത് വെച്ച് പെട്ടെന്നൊരു അസുഖം വരിക, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആവുക, അപ്പോൾ വേണ്ടിവരുന്ന ചികിത്സാ ചെലവുകൾ, അതായത് ഡോക്ടറെ കാണാനുള്ള ഫീസ്, മരുന്ന് വാങ്ങുന്നത്, ലാബ് ടെസ്റ്റ്, ആവശ്യം വന്നാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നത്, പിന്നെ അത്യാവശ്യത്തിന് ലോക്കൽ ആംബുലൻസ് വിളിക്കേണ്ടി വന്നാൽ അതിന്റെ ചെലവ്, ഇതൊക്കെ കിട്ടും. പക്ഷെ നിങ്ങൾ എടുക്കുന്ന പ്ലാനിന്റെ ഒരു സം ഇൻഷുർഡ് പരിധിയുണ്ടാവും, അതിനകത്തുനിന്നായിരിക്കും കിട്ടുക. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അമേരിക്ക, യൂറോപ്പ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചികിത്സയ്ക്ക് ഭയങ്കര ചെലവാണല്ലോ. ഈ ബ്രോഷറില് മെഡിക്കൽ ഇവാക്യുവേഷൻ എന്ന് കണ്ടു. അതെന്താണ് സംഭവം? അതിന്റെ ഒരു പ്രാധാന്യം? അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോ വിചാരിക്കുക, നിങ്ങൾ പോയ സ്ഥലത്ത് നിങ്ങൾക്ക് വന്ന അസുഖത്തിനോ അപകടത്തിനോ നല്ല ചികിത്സ കിട്ടാനില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ കുറച്ച് മോശമാണ്, അവിടെ ചികിത്സ തുടരാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സീരിയസ് സിറ്റുവേഷനിൽ അവിടുത്തെ ഡോക്ടർ പറയുകയാണെങ്കിൽ ഒന്നുകിൽ അടുത്തുള്ള നല്ല സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരാൻ. അതിനുവേണ്ടി എയർ ആംബുലൻസ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതിന്റെ ചെലവാണ് മെഡിക്കൽ ഇവാക്യുവേഷൻ. അത് വലിയ സഹായമാവുമല്ലോ. അതെ, ജീവൻ രക്ഷിക്കാൻ വരെ ഇത് ഉപകരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടുത്തെ ഡോക്ടറുടെ റെക്കമെൻഡേഷൻ വേണം. അതുപോലെ ഇൻഷുറൻസ് കമ്പനിയുടെ ഓവർസീസ് സർവീസ് പ്രൊവൈഡർ, നമ്മൾ OSP എന്ന് പറയും, അവരുടെ മുൻകൂർ അനുമതിയും വേണം. മനസ്സിലായി. പക്ഷേ ഈ മെഡിക്കൽ ക്ലെയിം വരുമ്പോൾ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ഈ ഡിഡക്റ്റബിൾ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്. നല്ല ചോദ്യമാണ്. ഉണ്ട്. ഓരോ തവണ നിങ്ങൾ മെഡിക്കൽ ക്ലെയിം ചെയ്യുമ്പോഴും ഒരു ചെറിയ എമൗണ്ട് നമ്മൾ തന്നെ കൊടുക്കണം. ഈ പോളിസിയിൽ അത് സാധാരണയായിട്ട് $100 ഇതിനെയാണ് ഡിഡക്റ്റബിൾ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോ $500 ചെലവായാൽ $500 ചെലവായാൽ ആദ്യത്തെ $100 നമ്മൾ കൊടുക്കണം. ബാക്കി $400 ഇൻഷുറൻസ് കമ്പനി തരും, മൂലം പോളിസി ലിമിറ്റിനകത്താണെങ്കിൽ. ഓക്കെ. അപ്പോ ചെറിയ ചെറിയ ചികിത്സകൾക്കൊന്നും ചിലപ്പോൾ മുഴുവനായി കിട്ടില്ല. അതെ, അതാണ് അതിന്റെ ഒരു കാര്യം. വലിയ പെട്ടെന്ന് വരുന്ന ചെലവുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. പിന്നെ ഈ മുൻപുണ്ടായിരുന്ന അസുഖങ്ങൾ, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ്, അതിന്റെ കാര്യം എങ്ങനെയാ? അത് കവർ ചെയ്യുവോ? അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ പോളിസി എടുക്കുന്നതിന് തൊട്ടുമുമ്പുള്ള 48 മാസത്തിനുള്ളിൽ, അതായത് 4 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അസുഖം കണ്ടെത്തുകയോ അതിന് ചികിത്സ തേടുകയോ മരുന്ന് കഴിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അഥവാ PED എന്ന് പറയുന്നത്. ഇത്തരം PEDകൾ സാധാരണയായിട്ട് ഈ പോളിസിയിൽ കവർ ചെയ്യില്ല. അപ്പോ ഉദാഹരണത്തിന് ആസ്മയോ ഷുഗറോ ഉള്ള ഒരാൾക്ക് അതുമായി ബന്ധപ്പെട്ട് പുറത്തുവെച്ച് വയ്യാതായാൽ ക്ലെയിം കിട്ടില്ലേ? ഇല്ല, സാധാരണ കിട്ടില്ല. അപ്പോൾ PED ഉള്ള ഒരാൾക്ക് വിദേശത്ത് വെച്ച് വേറെ എന്തെങ്കിലും അസുഖം, ഇപ്പോൾ ഒരു സാധാരണ പനി വന്നു,
അപ്പോ ക്ലെയിം കിട്ടില്ലേ? കിട്ടും. പീഡി അല്ലാത്ത യാത്രയിൽ പുതുതായി വരുന്ന അപ്രതീക്ഷിത അസുഖങ്ങൾക്കോ അപകടങ്ങൾക്കും പരിരക്ഷയുണ്ട്. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പീഡിയുള്ള ഒരാള് ആശുപത്രിയിലായിന്ന് വെക്കുക. കിട്ടിയ ബില്ലില് ഈ പീഡിയുടെ ചികിത്സാ ചെലവും പുതിയ അസുഖത്തിന്റെ ചെലവും രണ്ടും കൂടി ചേർത്ത് ഒറ്റ ബില്ലാണ് തന്നതെങ്കിൽ, അതായത് വേർതിരിച്ച് കാണിച്ചിട്ടില്ലെങ്കിൽ, ഒരു കോ പേയ്മെന്റ് വരും. കോ പേയ്മെന്റോ? അതെന്താ? മൊത്തം ക്ലെയിം എമൗണ്ടിന്റെ ഒരു ചെറിയ ശതമാനം, ഒരു 5%, 10%, അത് നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. പ്രായമനുസരിച്ചിരിക്കും അത്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ആശുപത്രിയിൽ പറഞ്ഞ് പീഡിയുടെ ചെലവ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ബില്ലിൽ വേറെ കാണിക്കാൻ പറയണം. പിന്നെ ഇവിടെ തുടങ്ങിയ ചികിത്സ ഡോക്ടർ പറഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ടും തുടരണമെങ്കിൽ ഒരു 30 ദിവസം വരെ അതിനും ചെറിയൊരു കവറേജ് കിട്ടും. പല്ലുവേദന വന്നാൽ എന്താ ചെയ്യാ? ഡെന്റൽ ട്രീറ്റ്മെന്റിന് കവറേജ് ഉണ്ടോ? സാധാരണ പല്ലടയ്ക്കൽ, ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കിട്ടില്ല. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷൻ, അതായത് സഹിക്കാൻ പറ്റാത്ത പല്ലുവേദന, അക്യൂട്ട് പെയിൻ വന്നു, 24 മണിക്കൂറിനുള്ളിൽ ഒരു താൽക്കാലിക ആശ്വാസത്തിന് ചികിത്സ തേടിയാൽ അതിന് ഒരു നിശ്ചിത തുക വരെ കിട്ടും. എമർജൻസി ഡെന്റൽ കെയർ. ഓക്കെ. അതുപോലെ ഒരു ആക്സിഡന്റ് പറ്റി പല്ലിന് കേടുപാട് സംഭവിച്ചാലും ചികിത്സയ്ക്ക് സഹായം കിട്ടും. റൂട്ട് കനാൽ പോലുള്ള വലിയ ചികിത്സകൾ സാധാരണ കവർ ചെയ്യില്ല. വേറെ മെഡിക്കൽ പരിരക്ഷകൾ എന്തൊക്കെയുണ്ട് ചുരുക്കത്തിൽ? പറയാം. ചില കൂടിയ പ്ലാനുകളിൽ ചില അസുഖങ്ങൾക്ക് 48 മണിക്കൂറിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ കിടന്നാൽ ഒരു ദിവസം ഒരു നിശ്ചിത തുക വെച്ച് കിട്ടും. ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയും. ഒരു 5 ദിവസം വരെ മാക്സിമം. പിന്നെ യാത്രയിലൊരു അപകടം കാരണം മരണം സംഭവിച്ചാൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും അംഗവൈകല്യം വന്നാൽ ഒരു തുക കിട്ടും. പേഴ്സണൽ ആക്സിഡന്റ് കവർ. ഇനി അഥവാ മരണം സംഭവിച്ചാൽ ബോഡി നാട്ടിലെത്തിക്കാനുള്ള ചെലവ്, അല്ലെങ്കിൽ അവിടെ സംസ്കരിക്കാനുള്ള ചെലവ്, റീപാട്രിയേഷൻ ഓഫ് മോർട്ടൽ റിമെയിൻസ്, അതിനും കവറേജ് ഉണ്ട്. ഇതിന്റെ എല്ലാം എമൗണ്ട് നമ്മൾ എടുക്കുന്ന പ്ലാൻ അനുസരിച്ച് മാറും. ഓക്കെ, ഇപ്പോൾ മെഡിക്കൽ കാര്യങ്ങൾ ഏകദേശം ക്ലിയറായി. ഇനി യാത്രയിൽ എപ്പോഴും പേടിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ലഗേജ് നഷ്ടപ്പെടുന്നത്, അതിനെന്താ ഇതിൽ പരിരക്ഷ? അത് യാത്രയുടെ മൊത്തം മൂഡ് കളയുന്ന ഒന്നാണല്ലേ. നമ്മൾ എയർലൈൻസിനെ ഏൽപ്പിച്ച ബാഗ്, അതായത് ചെക്ക് ഇൻ ചെയ്ത ബാഗേജ്, അത് മൊത്തത്തിൽ നഷ്ടപ്പെട്ടാൽ അതിന് കവറേജ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം, ലഗേജ് നഷ്ടപ്പെട്ടു എന്ന് എയർലൈൻസ് ഒഫീഷ്യലായിട്ട് സമ്മതിക്കണം, ഒരു റിപ്പോർട്ട് തരണം. അതിനുശേഷമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂ. എത്ര രൂപ കിട്ടും? അത് ഓരോ പ്ലാനിലും ഒരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് വരെ കിട്ടും. പക്ഷെ അത് ബാഗേജിലുള്ള എല്ലാ സാധനങ്ങളുടെയും വില കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് സ്വർണം, ലാപ്ടോപ്പ്, ക്യാമറ പോലുള്ള വില കൂടിയ സാധനങ്ങൾക്കൊന്നും സാധാരണ കവറേജ് ഉണ്ടാകില്ല. ഓ, അപ്പോ അതൊക്കെ ഹാൻഡ് ബാഗിൽ വെക്കുന്നതാ നല്ലത്. അതെ, അതാണ് സേഫ്. ഇനി ലഗേജ് കിട്ടാൻ വൈകിയാലോ? ഡെസ്റ്റിനേഷനിലെത്തി കറങ്ങുന്ന ബെൽറ്റിൽ നോക്കി നിന്നു, ബാഗ് മാത്രം വന്നില്ല. അതിനും ചെറിയൊരു സഹായമുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ, അതായത് ഔട്ട് ബൗണ്ട് ഫ്ലൈറ്റിൽ മാത്രമാണ് സാധാരണ കിട്ടുക. നിങ്ങളെത്തിയ ശേഷം ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടും നിങ്ങളുടെ ചെക്ക് ഇൻ ബാഗ് കിട്ടിയില്ലെങ്കിൽ, അപ്പോൾ അത്യാവശ്യം വേണ്ട ഡ്രസ്സ്, ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാൻ ഒരു ചെറിയ തുക കിട്ടും. ഡിലേ ആൻഡ് ചെക്ക് ബാഗ്ഡ്? അതെ. അതിനെന്താ ചെയ്യണ്ടേ? എയർലൈൻ കൗണ്ടറിൽ പോയി ലഗേജ് വൈകിയതിനൊരു റിപ്പോർട്ട് വാങ്ങണം. PIR റിപ്പോർട്ട് എന്ന് പറയും. പ്രോപ്പർട്ടി ഇറഗുലാരിറ്റി റിപ്പോർട്ട്. അത് വേണം ക്ലെയിമിന്. പാസ്പോർട്ട് പോയാലുള്ള അവസ്ഥ ഓർക്കാനേ വയ്യ. അതിനെന്തൊരു സപ്പോർട്ട് കിട്ടുമോ? കിട്ടും. വിദേശത്ത് വെച്ച് പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ പുതിയൊരെണ്ണം എടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചു പോകാൻ വേണ്ട താൽക്കാലിക ഡോക്യുമെൻ്റൊക്കെ ശരിയാക്കാൻ കുറച്ച് ചെലവ് വരുമല്ലോ. ആ യഥാർത്ഥ ചെലവുകൾ ഒരു ലിമിറ്റ് വരെ ഈ പോളിസിയിൽ നിന്ന് കിട്ടും. ലോസ് ഓഫ് പാസ്പോർട്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാസ്പോർട്ട് പോയെന്നറിഞ്ഞാൽ ഉടനെ 24 മണിക്കൂറിനുള്ളിൽ അവിടുത്തെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. അതിന്റെ കോപ്പി വേണം. അത് നിർബന്ധമാണല്ലേ? നിർബന്ധമാണ്. ക്ലെയിം കിട്ടാനത് വേണം. ഇനിയിപ്പോ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും പറ്റി, അവരുടെ സാധനം കേടായി, അല്ലെങ്കിൽ അവർക്ക് ചെറിയ പരിക്ക് പറ്റി, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കവറേജാണ്. പേഴ്സണൽ ലയബിലിറ്റി എന്ന് പറയും. യാത്രയ്ക്കിടയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് മനഃപൂർവ്വമല്ലാതെ ഒരു അശ്രദ്ധ കൊണ്ട് മറ്റൊരാൾക്ക്, ഒരു തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ അവരുടെ വസ്തുക്കൾക്ക് എന്തെങ്കിലും നാശനഷ്ടം സംഭവിക്കുകയോ ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമപരമായ ബാധ്യത, ലീഗൽ ലയബിലിറ്റി, അതിന് ഈ പോളിസിയിൽ നല്ലൊരു തുകയുടെ കവറേജ് ഉണ്ട്. കാരണം അങ്ങനത്തെ കേസുകൾ ചിലപ്പോൾ വലിയ എമൗണ്ടിലേക്ക് പോകാം. ഓക്കെ. ഇതിനും ഒരു ചെറിയ ഡിഡക്റ്റബിൾ ഉണ്ട്, $200. പക്ഷേ ഇത് നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കോ വണ്ടി ഓടിച്ചിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കോ ബാധകമല്ലാട്ടോ. പെട്ടെന്ന് കയ്യിലുള്ള കാശ് മോഷണം പോയി, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റ് ഹൈജാക്ട് ചെയ്തോ, അങ്ങനെയൊക്കെ വന്നാൽ? ട്രാവലേഴ്സ് ചെക്കോ പോയാൽ ഒരു അത്യാവശ്യത്തിന് ഒരു ചെറിയ തുക കിട്ടും. എമർജൻസി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്.
ഇതിനും പോലീസ് റിപ്പോർട്ട് വേണം. അതുപോലെ ഫ്ലൈറ്റ് ഒരു 12 മണിക്കൂറിൽ കൂടുതൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടാൽ ഓരോ 24 മണിക്കൂറിനും ഒരു നിശ്ചിത തുക വെച്ച് കിട്ടും ഹൈജാക്ക് അലവൻസ്. ഒരു 7 ദിവസം വരെ മാക്സിമം. നമ്മൾ ചിലപ്പോൾ യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് ടിക്കറ്റും ഹോട്ടലും ഒക്കെ ബുക്ക് ചെയ്ത ശേഷം പോകാൻ പറ്റാതെ വരും. അല്ലെങ്കിൽ പോയ യാത്ര പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും. അപ്പോ കാശ് നഷ്ടമാവുമല്ലോ. ആ, നഷ്ടം വരാം. അതിനാണ് ട്രിപ്പ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ ട്രിപ്പ് ഇന്ററപ്ഷൻ കവറേജ്. പക്ഷെ ശ്രദ്ധിക്കണം, ഇത് എല്ലാ കാരണങ്ങൾ കൊണ്ടും യാത്ര മുടങ്ങിയാൽ കിട്ടില്ല. ഓ, അതെന്താ അങ്ങനെ? പോളിസിയിൽ പറയുന്ന ചില പ്രത്യേക കാരണങ്ങൾ വേണം. ഉദാഹരണത്തിന്, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് വലിയ ഭൂകമ്പം, വെള്ളപ്പൊക്കം, അങ്ങനെ എന്തെങ്കിലും പ്രകൃതി ദുരന്തം, അല്ലെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കോ കൂടെ യാത്ര ചെയ്യുന്ന ഏറ്റവും അടുത്ത ബന്ധുവിനോ, ഭാര്യ, ഭർത്താവ്, മക്കൾ, അച്ഛനമ്മമാർ പെട്ടെന്ന് മരണം സംഭവിക്കുക, അല്ലെങ്കിൽ സീരിയസായി ഹോസ്പിറ്റലിലാകുക, കലാപം, അല്ലെങ്കിൽ WHO പാൻഡമിക്കായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം. ഇതൊക്കെ കാരണം യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ തുടങ്ങിയ യാത്ര നിർത്തേണ്ടി വന്നാൽ, നിങ്ങൾ മുൻകൂട്ടി അടച്ച പക്ഷെ തിരികെ കിട്ടാത്ത നോൺ റിഫണ്ടബിൾ ടിക്കറ്റിന്റെയും ഹോട്ടൽ ബുക്കിംഗിന്റെയും ഒക്കെ കാശ് ഒരു പരിധിവരെ കിട്ടും. കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സാവുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അതെ, അതിനും കവറേജ് ഉണ്ട്. നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആദ്യത്തെ ഫ്ലൈറ്റ് വൈകിയത് കാരണം, അതായത് മോശം കാലാവസ്ഥ, അല്ലെങ്കിൽ എയർലൈൻ സ്റ്റാഫിന്റെ സമരം, അല്ലെങ്കിൽ ഫ്ലൈറ്റിന് എന്തെങ്കിലും മെക്കാനിക്കൽ പ്രോബ്ലം, ഇതൊക്കെ കാരണം വൈകി അടുത്ത ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു നിശ്ചിത തുക നഷ്ടപരിഹാരമായി കിട്ടും. പക്ഷേ ഇവിടെയും ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ ബുക്ക് ചെയ്ത 2 ഫ്ലൈറ്റുകൾക്കിടയിൽ ഷെഡ്യൂൾ അനുസരിച്ച് മിനിമം 3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഈ പോളിസിക്ക് പലതരം പ്ലാനുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാ നമ്മൾ തിരഞ്ഞെടുക്കുക? പ്രീമിയം എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും? ശരിയാണ്. പ്രധാനമായിട്ട് 5 തരം പ്ലാനുകളുണ്ട്. ബേസിക്, ഇക്കോണമി, അഡ്വാൻസ്ഡ്, എലൈറ്റ്, പിന്നെ സുപ്രീം. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം സം ഇൻഷ്വേർഡ് തുകയാണ്, അതായത് മാക്സിമം ക്ലെയിം കിട്ടാവുന്ന എമൗണ്ട്. ബേസിക്കിൽ $25,000 ആണെങ്കിൽ സുപ്രീമിലത് $500,000 വരെ ആകാം. ഓക്കെ. പിന്നെ നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനമാണ്. അമേരിക്ക, കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ പ്രീമിയം കൂടും. അതിന് ഇൻക്ലൂഡിംഗ് USA ആൻഡ് കാനഡ പ്ലാൻ എടുക്കണം. അതല്ല, മറ്റ് രാജ്യങ്ങളിലേക്ക് മാത്രമാണെങ്കിൽ പ്രീമിയം കുറയും. എക്സ്ക്ലൂഡിംഗ് USA ആൻഡ് കാനഡ പ്ലാൻ എടുത്താൽ മതി. അപ്പോൾ പ്രീമിയം തീരുമാനിക്കുന്നത് നിങ്ങളുടെ പ്രായം, എത്ര ദിവസത്തേക്കാണ് യാത്ര, യാത്രയുടെ ദൈർഘ്യം, ഏത് പ്ലാനാണ് എടുക്കുന്നത്, സം ഇൻഷോർഡ്, പിന്നെ എവിടേക്കാണ് പോകുന്നത്, റീജിയൻ ഓഫ് ട്രാവൽ, ഈ 4 കാര്യങ്ങൾ നോക്കിയാണ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു യാത്രയ്ക്ക് മാക്സിമം എത്ര നാളത്തേക്ക് പോളിസി എടുക്കാൻ പറ്റും? ഇനി ഈ യാത്ര നീണ്ടുപോയാൽ പുതുക്കാൻ പറ്റുമോ? ഒരു പോളിസി സാധാരണയായിട്ട് മാക്സിമം 180 ദിവസത്തേക്കാണ് ഒറ്റയടിക്കെടുക്കാൻ പറ്റുക. നിങ്ങൾ പോകുന്ന ദിവസം മുതൽ തിരിച്ച് ഇന്ത്യയിലെത്തുന്ന ദിവസം വരെയാണ് കവറേജ്, അല്ലെങ്കിൽ പോളിസി ഷെഡ്യൂളിൽ പറയുന്ന ലാസ്റ്റ് ഡേറ്റ് വരെ. ഏതാണോ ആദ്യം വരുന്നത്. 180 ദിവസത്തിൽ കൂടുതൽ നിൽക്കണമെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പോളിസി തീരുന്നതിന് മുൻപ് തന്നെ അപ്ലൈ ചെയ്താൽ ഒരു 180 ദിവസം കൂടി നീട്ടിയെടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് കമ്പനി സമ്മതിക്കണം, അധികം പ്രീമിയം അടയ്ക്കണം, പിന്നെ ആ സമയത്ത് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാകാനും പാടില്ല. പിന്നെ യാത്ര തുടങ്ങുന്നതിന് ഒരു 14 ദിവസത്തിനുള്ളിലെങ്കിലും പോളിസി എടുക്കാൻ നോക്കണം. ലാസ്റ്റ് മിനിറ്റ് ആക്കരുത്. ഇനിയിപ്പോ യാത്ര പോയില്ലെങ്കിലോ? പ്രീമിയം തിരികെ കിട്ടുമോ? അതല്ലെങ്കിൽ നേരത്തെ തിരിച്ചു വന്നാലോ? യാത്ര മൊത്തമായി ക്യാൻസൽ ചെയ്താൽ നിങ്ങൾ പോയിട്ടില്ല എന്ന് പാസ്പോർട്ട് കാണിച്ച് തെളിയിച്ചാൽ മതി. വിസ സ്റ്റാമ്പ്, എൻട്രി എക്സിറ്റ് സ്റ്റാമ്പ് ഒന്നും ഇല്ലെങ്കിൽ പോളിസി ക്യാൻസൽ ചെയ്ത് പ്രീമിയം തിരികെ വാങ്ങാം. പക്ഷേ പോളിസി തുടങ്ങിയിട്ട് 14 ദിവസമെങ്കിലും കഴിഞ്ഞിരിക്കണം. പിന്നെ ഒരു ചെറിയ ക്യാൻസലേഷൻ ഫീ ഉണ്ടാവും. ഓക്കെ. നേരത്തെ തിരിച്ചെത്തിയാലോ? ഒരു 60 ദിവസമോ അതിൽ കൂടുതലോ ഉള്ള പോളിസിയാണ് നിങ്ങൾ എടുത്തതെങ്കിൽ, എന്നിട്ട് നിങ്ങൾ നേരത്തെ, അതായത് ഷെഡ്യൂൾ ചെയ്തതിലും ഒരു 14 ദിവസമെങ്കിലും മുൻപ് തിരിച്ചെത്തി, ആ പോളിസിയിൽ ഒരു ക്ലെയിമും ചെയ്തിട്ടില്ലെങ്കിൽ ഉപയോഗിക്കാത്ത ദിവസങ്ങൾക്ക് ആനുപാതികമായി പ്രീമിയത്തിന്റെ ഒരു ഭാഗം റീഫണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഡിസ്കൗണ്ടുകൾ വല്ലതും കിട്ടുമോ? പ്രായം കൂടുമ്പോൾ പ്രീമിയം കൂടുമോ? ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് ന്യൂ ഇന്ത്യയുടെ തന്നെ നാട്ടിലൊരു ഹെൽത്ത് പോളിസി ഉണ്ടെങ്കിൽ ഈ ട്രാവൽ പോളിസിക്ക് 10% ലോയൽറ്റി ഡിസ്കൗണ്ട് കിട്ടും. പ്രായം കൂടുമ്പോഴോ? പ്രായം കൂടുന്തോറും, പ്രത്യേകിച്ചൊരു 70 വയസ്സൊക്കെ കഴിഞ്ഞാൽ പ്രീമിയം കൂടും. അതിനെ പ്രീമിയം ലോഡിംഗ് എന്ന് പറയും. മുതിർന്നവർക്ക് എടുക്കാവുന്ന സം ഇൻഷുർഡിനും ചിലപ്പോൾ ലിമിറ്റ് ഉണ്ടാവും. പോളിസി എടുക്കാൻ മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ ചെയ്യണോ? എല്ലാവർക്കും വേണ്ടിവരില്ല. ഒരു 60 വയസ്സോ അതിൽ താഴെയോ ആണ് പ്രായം. പിന്നെ നേരത്തെ പറഞ്ഞ PED, അതായത് മുൻപുണ്ടായിരുന്ന അസുഖങ്ങൾ ഒന്നുമില്ലെങ്കിൽ സാധാരണ ടെസ്റ്റ് വേണ്ട. പക്ഷേ 60 വയസ്സിൽ താഴെയാണെങ്കിലും PED ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. 60 കഴിഞ്ഞവർക്കോ? 61 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാവർക്കും PED ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മെഡിക്കൽ ടെസ്റ്റ് നിർബന്ധമാണ്. എന്തൊക്കെ ടെസ്റ്റുകളാണ്?
സാധാരണ ECG, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ചിലപ്പോൾ ചെസ്റ്റ് എക്സ്റേ ഒക്കെ വേണ്ടിവരും. അതിന്റെ റിസൾട്ട് ഓക്കെയാണെങ്കിലേ പോളിസി കിട്ടുകയുള്ളൂ. ഏതൊരു ഇൻഷുറൻസ് എടുക്കുമ്പോഴും എന്തൊക്കെ കിട്ടില്ല, അതായത് എക്സ്ക്ലൂഷൻസ് എന്നറിയുന്നതും പ്രധാനമാണല്ലോ. ഇതിലെ പ്രധാന ഒഴിവാക്കലുകൾ എന്തൊക്കെയാണ്? തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ PD അത് കിട്ടില്ല. പിന്നെ ഡോക്ടർ യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടി മാത്രം വിദേശത്തേക്ക് പോകുന്നത്, പിന്നെ ഈ ബങ്കി ജമ്പിംഗ്, സ്കൈ ഡൈവിംഗ് പോലെ ഭയങ്കര റിസ്ക്കുള്ള കളികൾ, ഓക്കെ. മദ്യപിച്ച് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ച് ലക്കുകെട്ടിരിക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ, സ്വയം ഉണ്ടാക്കുന്ന മുറിവുകൾ, ആത്മഹത്യാശ്രമം, യുദ്ധം, പിന്നെ സാധാരണ പ്രസവ സംബന്ധമായ കാര്യങ്ങൾ. പക്ഷേ ജീവന് ഭീഷണിയാകുന്ന എക്ടോപിക് പ്രഗ്നൻസിക്ക് എമർജൻസി ട്രീറ്റ്മെൻറ്റ് കിട്ടും. ജന്മനാ ഉള്ള അസുഖങ്ങൾ, ഇങ്ങനെ കുറേ ഒഴിവാക്കലുകളുണ്ട്. ഓരോ സെക്ഷനും അതിൻ്റേതായ ഒഴിവാക്കലുകൾ പോളിസി ഡോക്യുമെന്റിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. ശരി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ക്ലെയിം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ആരെയാണ് ആദ്യം വിളിക്കേണ്ടത്? ക്ലെയിം വരാൻ സാധ്യതയുള്ള എന്ത് സംഭവിച്ചാലും, അത് അപകടമോ പെട്ടെന്നുള്ള അസുഖമോ ബാഗേജ് പോയതോ എന്തുമാവട്ടെ, ഉടൻ തന്നെ, പറ്റുമെങ്കിൽ ഒരു 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പോളിസി പേപ്പറിൽ കൊടുത്തിട്ടുള്ള OSP, അതായത് ഓവർസീസ് സർവീസ് പ്രൊവൈഡറെ വിളിച്ചറിയിക്കണം. അവരുടെ ടോൾ ഫ്രീ നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ഇമെയിൽ ID ഉണ്ടാവും. എന്തൊക്കെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത്? നിങ്ങളുടെ പോളിസി നമ്പർ, പേര്, എന്തുപറ്റി, എവിടെ വെച്ചാണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പറയണം. ചികിത്സയുടെ പൈസ എങ്ങനെയാ കിട്ടുക? കയ്യിന്ന് എടുക്കണോ? നിങ്ങൾ OSPയെ അറിയിക്കുമ്പോൾ അവരടുത്തുള്ള അവരുടെ നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ്, അതായത് പൈസ കൊടുക്കാതെ ചികിത്സ കിട്ടുമോ എന്ന് നോക്കും. അങ്ങനെ പറ്റിയാൽ ഡിഡക്റ്റബിൾ ഒഴികെയുള്ള പൈസ അവർ നേരിട്ട് ഹോസ്പിറ്റലിന് കൊടുത്തോളും. ക്യാഷ്ലെസ് പറ്റിയില്ലെങ്കിലോ? പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ചികിത്സിക്കുക. എന്നിട്ട് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഒരു 30 ദിവസത്തിനുള്ളിൽ എല്ലാ ഒറിജിനൽ ബില്ലുകളും, ഡോക്ടറുടെ റിപ്പോർട്ട്, ഡിസ്ചാർജ് സമ്മറി, പ്രിസ്ക്രിപ്ഷൻ, പാസ്പോർട്ടിന്റെ കോപ്പി, ടിക്കറ്റിന്റെ കോപ്പി, ഇതൊക്കെ വെച്ച് ക്ലെയിം ഫോം ഫില്ല് ചെയ്ത് ഇന്ത്യയിലെ സർവീസ് പ്രൊവൈഡർക്ക്, സാധാരണ ഇത് ഹെറിറ്റേജ് ഹെൽത്ത് TP ആണ് കൈകാര്യം ചെയ്യുന്നത്, അവർക്ക് കൊടുക്കണം. അവരത് വെരിഫൈ ചെയ്ത് കിട്ടാനുള്ള കാശ് റീംബേഴ്സ്മെന്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു തരും. ബാഗേജ് പോയതാണെങ്കിൽ പോലീസ് റിപ്പോർട്ടും എയർലൈൻ റിപ്പോർട്ടും വേണം. പാസ്പോർട്ട് പോയതാണെങ്കിൽ പോലീസ് റിപ്പോർട്ട് വേണം. അതെല്ലാം നിർബന്ധമാണ്. ഇനിയിപ്പോ ക്ലെയിം കിട്ടിയില്ല, നിരസിച്ചു എന്ന് വെക്കുക, നമുക്ക് അപ്പീല് പോകാൻ പറ്റുമോ? പറ്റും. ക്ലെയിം റിജക്റ്റ് ചെയ്താൽ എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു എന്ന് കമ്പനി പറയും. നിങ്ങൾക്കതിൽ പരാതിയുണ്ടെങ്കിൽ ആദ്യം കമ്പനിയുടെ ഗ്രീവൻസ് സെല്ലിൽ പരാതി കൊടുക്കാം. അവിടെയും പരിഹാരമായില്ലെങ്കിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കാം. അതിനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പോ ന്യൂ ഇന്ത്യ അഷ്യൂറൻസിന്റെ ഓവർസീസ് ട്രാവൽസ് പോളിസിയെക്കുറിച്ച് ഏകദേശം എല്ലാ പ്രധാന കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു എന്ന് തോന്നുന്നു. വിദേശയാത്ര പോകുമ്പോൾ പെട്ടെന്ന് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും യാത്രയിലുണ്ടാകാൻ സാധ്യതയുള്ള മറ്റു തടസ്സങ്ങൾക്കും ഒരു സാമ്പത്തിക സുരക്ഷ കൊടുക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു കവറേജ് അല്ല. പോളിസിയിൽ പറയുന്ന പ്രത്യേക സാഹചര്യങ്ങൾക്കും അതിലെ ലിമിറ്റുകൾക്കും അനുസരിച്ചുള്ള ഒരു സംരക്ഷണമാണ്. തീർച്ചയായും ഒരു യാത്രയ്ക്ക് മുൻപ് ഇങ്ങനെ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്, ഒരു മുൻകരുതലാണ്. എന്നാൽ ഇൻഷുറൻസ് മാത്രം മതിയോ? യാത്ര കുറച്ചുകൂടി സ്മൂത്താക്കാനും ഈ പറഞ്ഞ പോലത്തെ അപ്രതീക്ഷിത പ്രശ്നങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ചെറിയ തയ്യാറെടുപ്പുകളുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി? ഉദാഹരണത്തിന്, ഇപ്പോ നമ്മുടെ പാസ്പോർട്ട്, വിസ, ടിക്കറ്റ്, ഈ ഇൻഷുറൻസ് പോളിസി, ഇതിൻ്റെയൊക്കെ ഒരു ഫോട്ടോയോ ഡിജിറ്റൽ കോപ്പിയോ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ഇമെയിലിലോ എളുപ്പം കിട്ടുന്നതുപോലെ സൂക്ഷിക്കുക. അത്യാവശ്യം നാട്ടിൽ വിളിക്കേണ്ട 2-3 പേരുടെ നമ്പർ എളുപ്പം കാണുന്നിടത്ത് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന രാജ്യത്തെ ഭാഷയിൽ ഒരു ഹെലോ, ഒരു താങ്ക് യു അല്ലെങ്കിൽ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത് പോലും ചിലപ്പോൾ വലിയ ഉപകാരമാവും. ശരിയാണ്. ഇതൊക്കെ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനേക്കാളൊക്കെ എത്രയോ സിമ്പിളായിട്ട് ചെയ്യാൻ വരുന്ന കാര്യങ്ങളല്ലേ? പക്ഷെ പലപ്പോഴും നമ്മൾ വിട്ടുപോകും. വളരെ ശരിയാണ്. അത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് യാത്രയെ കൂടുതൽ സുരക്ഷിതമാക്കും. അപ്പോൾ ഈ ഓവർസീസ് ട്രാവലേഴ്സ് പോളിസിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ യാത്രയ്ക്ക് പറ്റിയ പ്ലാൻ ഏതാണെന്നറിയാൻ ഒരു സഹായം വേണമെങ്കിൽ, അതുമല്ലെങ്കിൽ ഈ പോളിസി എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9846189371 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ വിശദമായ ചർച്ച ശ്രദ്ധയോടെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.